ചെങ്ങറ പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്ക് കാസർഗോഡ് പെരിയ വില്ലേജിൽ കൃഷിഭൂമിയടക്കം അളന്ന് തിരിച്ച് പ്ലോട്ട് നമ്പറോടുകൂടി പുതുക്കിയ സ്കെച്ച് നൽകുവാൻ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ഉത്തരവിട്ടു. നിർധന കുടുംബങ്ങൾക്ക് കൃഷിഭൂമിയടക്കം ലഭിക്കാത്തതിന്റെ ദുരിതാവസ്ഥ മാസങ്ങൾക്ക് മുൻപ് അമൃത വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ജില്ലാ കലക്ടറുടെ ഉത്തരവിലൂടെ ചെങ്ങറ കുടുംബങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യത്തിനാണ് പരിഹാരമായത്. ചെങ്ങറ പുനരധിവാസത്തിന്റെ ഭാഗമായി 2010 കുടുംബങ്ങൾ ഹൊസ്ദുർഗ് താലൂക്കിലെ പെരിയ വില്ലേജിലെത്തിയത്. ഇവിടെ 63 പേർക്ക് പട്ടയം അനുവദിച്ചിരുന്നു. ഇതിൽ കിടപ്പാടത്തിനായുള്ള ഭൂമിക്ക് മാത്രമാണ് അധികൃതർ അതിർത്തി നിർണയം നടത്തിയിരുന്നത്. അതേസമയം പട്ടയത്തിൽ പ്ലോട്ട് നമ്പർ രേഖപ്പെടുത്തിയിരുന്നില്ല. കൂടാതെ പട്ടയത്തിൽ ഉൾപ്പെട്ട കൃഷിഭൂമി പട്ടികജാതി കുടുംബങ്ങൾക്ക് വർഷങ്ങൾ പിന്നിട്ടിട്ടും ലഭ്യമാക്കാത്തതും വലിയ തിരിച്ചടിയായിരുന്നു. അധികൃത അനാസ്ഥ കാരണം ചെങ്ങറയിൽ നിന്നെത്തിയ കുടുംബങ്ങൾ വർഷങ്ങളായി നേരിടുന്ന ദുരിതം ജനുവരി മാസത്തിൽ അമൃത വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അല്ല, ഈ പരുവത്തിൽ ഞങ്ങൾ നാട്ടിൽ ചെന്ന് ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നില്ല സാറേ നല്ലത്. ഇത്രയും നാൾ ഈ 10-18 വർഷവും ഞങ്ങൾ ചെങ്ങറയും ഇവിടെയുമായിട്ട് 10-18 വർഷം കഴിയും. ഇനി നാട്ടിൽ ചെന്ന് ഞങ്ങളുടെ സ്ഥിതി എന്നാ നിങ്ങൾ പറ. ആരെങ്കിലും ഏതെല്ലാം തന്നെ ലാക്ഷവുമാകും, കയറി കിടക്കാൻ ഇടമുണ്ടോ, ആരെങ്കിലും കയറ്റുമോ? അതുകൊണ്ട് 2 സെന്റ് സ്ഥലം കിട്ടുക, അതാണ് ഞങ്ങളുടെ സ്ഥലം കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ പോലെ ഞങ്ങൾ നാട്ടിൽ നിന്ന് കയറിച്ചല്ല. ഇതിപ്പോൾ ഒന്നുമല്ല, ഇവിടെ കിടക്കുക, അങ്ങോട്ടും മയ്യ ഇങ്ങോട്ടും മയ്യ ഇടയ്ക്ക് ഞങ്ങൾ കിടക്കുക. സാർമാരെ ഞങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് തന്നേച്ചാൽ മതി, അതിന് നിങ്ങൾ സഹായിച്ചതാ. ഞങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് താ. ഞങ്ങൾ ഈ ഭൂമിക്കല്ലേ വന്നത്, 14 ജില്ലയ്ക്ക് ഇപ്പുറമല്ലേ ഞങ്ങൾ വന്നത്. ഞങ്ങളുടെ കഷ്ടത നിങ്ങൾ ആലോചിച്ച് നോക്ക്. ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പട്ടയം അനുവദിച്ച 63 പേരിൽ 58 പേർക്ക് കൃഷിക്കായി നീക്കിവെച്ച ഭൂമിയുടെ അതിർത്തി നിർണയം നടത്തി കാഞ്ഞങ്ങാട് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ റീസർവേ നടപടികൾ പൂർത്തിയാക്കി. പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെട്ട താമസ സ്ഥലത്തിന്റെയും കൃഷിഭൂമിയുടെയും പ്ലോട്ടുകൾ രേഖപ്പെടുത്തിയ പട്ടികയ്ക്ക് ജില്ലാ കലക്ടർ അംഗീകാരം നൽകി ഉത്തരവായതോടെ നിർധന കുടുംബങ്ങളുടെ 12 വർഷത്തിലേറെ നീണ്ട ആവശ്യങ്ങളാണ് പരിഹരിക്കപ്പെട്ടത്. അമൃത ന്യൂസ്, കാസർഗോഡ്.